Dear students, Plus 1 Computer Science Chapter 6 Data Types and Operators Part 3. നമ്മളൊരു നാച്ചുറൽ ലാംഗ്വേജ് അതായത് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ എങ്ങനെ തന്നെയായിരുന്നു ആദ്യം ആൽഫബറ്റ്സ് ദെൻ വേർഡ്സ് ഫ്രേസസ് സെൻറ്റൻസസ് പാരഗ്രാഫ്സ് ആൻഡ് സോ ഓൺ. In the learning process of C++, we have to cover the character set, tokens and expressions. Now we have to come to the stage where we start the communication with the computer sensibly and meaningfully with the help of statements. So our next topic is സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളത് എന്താണ്, ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജിലെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ്, എക്സിക്യൂട്ടബിൾ യൂണിറ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാറ്. അതുപോലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു സെമി കോളൻ യൂസ് ചെയ്യും ആസ് ദി ഡീലിമിറ്റർ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ C++ൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അതുപോലെ അസൈൻ ചെയ്യുകയാണെങ്കിൽ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ നിറയെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ C++ ആസ് ആർ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, input statement, then output statement, control statements, etc. Each statement has its own purpose in a C++ program. All these statements except declaration statements are executable statements as they possess some operations to be done by the computer. And നമ്മൾ ഒരു എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദി ഇൻസ്ട്രക്ഷൻസ് ടു ദി കമ്പ്യൂട്ടർ. സോ നമുക്ക് ആദ്യം ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ദ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. Declaration statement, it must be declared in a program before it use. That is, when we declare a variable, we tell the compiler about the type of the data that we will store in the computer. That is, നമ്മൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത് തന്നെ ദാറ്റ് ഈസ് നമ്മളൊരു പ്രോഗ്രാമിൽ ആ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഫങ്ഷൻ, ചിലപ്പോൾ പല തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്യാറുണ്ട്. That means it must be declared before using it. And നമ്മളൊരു ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ മീനിങ് നമ്മൾ കമ്പൈലറിൻ്റെ അടുത്ത് പറയുകയാണ് ഇങ്ങനെയുള്ള ഡാറ്റയാണ്, ദാറ്റ് ഇസ് ദി ടൈപ്പ് ഓഫ് ദി ഡാറ്റ നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് നമ്മൾ കമ്പൈലറിൻ്റെ അടുത്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മേ ബി ഒരു ഫംഗ്ഷനാകും, അപ്പോൾ ഫംഗ്ഷനെ കുറിച്ച് കമ്പൈലറിൻ്റെ അടുത്ത് നമ്മൾ പറയണം. സോ അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് മസ്റ്റ് ബി ഡിക്ലെയർ ബിഫോർ ഇറ്റ് യൂസ്. ആൻഡ് സിൻടാക്സ് ഫോർ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് data type space variable 1 comma variable 2 etc up to end statement and terminated with a semicolon. And an example, int roll number comma age. ഇപ്പം നമ്മളിവിടെ രണ്ട് വേരിയബിൾസേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എനിക്കൊരു മാർക്ക് എന്നുള്ളൊരു വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യേണ്ടതെങ്കിൽ മാർക്കിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ത് വരാം, മേ ബി ഇറ്റ്സ് എ ഫ്രാക്ഷണൽ വാല്യൂ. സോ ഫ്രാക്ഷണൽ ആണെങ്കിൽ നമ്മൾ എന്ത് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യും, ഫ്ലോട്ട് എന്നുള്ളത് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യും, ഫ്ലോട്ട് സ്പേസ് മാർക്ക് അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ എത്ര വേരിയബിൾസ് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് അതിൻ്റെ ഡാറ്റ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇൻറ്റീജർ എല്ലാം ഒരു കളക്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇൻ്റെ റോൾ നമ്പർ കോമ ഏജ് ഓഫ് സെമിക്കോളൻ, ഏജ് സെമിക്കോളൻ. അത് വേണമെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എഴുതാം, ഇൻ്റെ റോൾ നമ്പർ സെമിക്കോളൻ, ഇൻ്റെ ഏജ് സെമിക്കോളൻ. അങ്ങനെ നമുക്ക് എത്ര സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിലും കൊടുക്കാം, ഒന്നിച്ചും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്പൈൽ ടൈമിൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമിലൊക്കെ നമുക്ക് ഒരു വാല്യൂ നമുക്ക് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് കൊടുക്കാം പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ദ വാല്യൂ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദി വേരിയബിൾ ഐദർ അറ്റ് ദി ടൈം ഓഫ് കമ്പൈലേഷൻ ഓർ എക്സിക്യൂഷൻ. അപ്പോൾ നമ്മൾ വേരിയബിൾ ഇനീഷ്യൽ വാല്യൂ ഡിക്ലറേഷൻ്റെ ടൈമിലാണ് നമ്മൾ ഒരു വേരിയബിളിന് വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുക. ദാറ്റ് ഈസ് സപ്ലൈയിങ് വാല്യൂ ടു എ വേരിയബിൾ അറ്റ് ദി ടൈം ഓഫ് ഇറ്റ്സ് ഡിക്ലറേഷൻ ഈസ് നോൺ ആസ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. This value will be stored in the respective memory location at the time of compilation. കമ്പൈൽ ടൈമിലാണ് നമ്മൾ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ ചെയ്യാറ്. ആൻഡ് നമ്മൾ ഇനിഷ്യൽ ചെയ്യുന്നതിനായിട്ട് ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ടു സിമ്പിൾ ആൻഡ് ദി അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ.
an example സിൻടാക്സ് നമുക്ക് എങ്ങനെയൊക്കെയാണ് വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യാവുന്ന സിൻടാക്സ് ഒക്കെ നമുക്ക് രണ്ട് ടൈപ്പിലാണ് പറ്റുക. ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ ടെർമിനേറ്റഡ് വിത്ത് എ സെമിക്കോളൻ ഓർ ഡാറ്റ ടൈപ്പ് വേരിയബിൾ ഓഫ് വാല്യൂ. ഈ രണ്ട് ടൈപ്പിലാണ് നമ്മൾ സിൻടാക്സ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. int b equal to 10 which means the integer value 10 is stored into the variable b. അല്ലെങ്കിൽ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇൻറ്റ് ബി ഓഫ് 10 സെയിം മീനിങ് തന്നെയാണ്. ബി എന്നുള്ള ഇൻറ്റീജർ വേരിയബിളിൻ്റെ വാല്യൂ അവിടെ എന്തായിട്ട് വരും? 10 ആയിട്ടാണ് വരിക. ആൻഡ് ഇപ്പോൾ നമ്മൾ കമ്പൈലേഷൻ ടൈമിൻ്റെ പറഞ്ഞു. ഇനി നമുക്ക് ഡൈനാമിക് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ വാല്യൂ കൊടുക്കുന്നത് അറ്റ് ദി ടൈം ഓഫ് എക്സിക്യൂഷൻ ടൈമിലാണ് നമ്മൾ ആ വേരിയബിളിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡൈനാമിക് ഇനീഷ്യലൈസേഷൻ. ഫോർ എക്സാമ്പിൾ ഫ്ലോട്ട് പി ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് എന്താണെന്ന് അറിയില്ല. അത് ആ ടൈമിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് അറിയാമായിരിക്കാം, പക്ഷേ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ നമുക്കറിയില്ല. അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ എക്സ് വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആ വാല്യൂ പിയിലേക്ക് സ്റ്റോർ ചെയ്യും ഡ്യൂറിങ് ദി ടൈം ഓഫ് എക്സിക്യൂഷൻ. ദാറ്റ് ഈസ് നോൺ ആസ് ഡൈനാമിക് ഇനീഷ്യലൈസേഷൻ. നെക്സ്റ്റ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ കോൺസ്റ്റ് എന്നുള്ളൊരു കീവേഡ് നമുക്ക് യൂസ് ചെയ്യണം. വാട്ട് ഈസ് മീൻ ബൈ കോൺസ്റ്റൻറ്റ്? ദാറ്റ് ഈസ് ദ വാല്യൂ ക്യാൻ നെവർ ബി ചേഞ്ച്ഡ് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ആൻഡ് വി യൂസ് എ കീവേഡ് കോൺസ്റ്റ്. ദാറ്റ് ഈസ് ദ കീവേഡ് const is used to create symbolic constants whose value can never be changed during the execution. For example, const space float space pi equal to 3.14. അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയേ കൊടുത്തുള്ളൂ. ഫ്ലോട്ട് പി ഐ കോൺസ്റ്റൻ്റ് എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ഫ്ലോട്ട് പി ഐ ഈക്വൽ ടു 3.14 സെമിക്കോളൻ. അപ്പോൾ നമ്മൾ ഇനീഷ്യലി പി ഐ എന്നുള്ള വേരിയബിളിന് 3.14 കൊടുത്തു. വേണമെങ്കിൽ ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ വി ക്യാൻ ചേഞ്ച് ദി വാല്യൂ. ബട്ട് ഇഫ് യു ഡിക്ലെയർ ദി വേരിയബിൾ ആസ് അലോങ് വിത്ത് ദി കീവേഡ് കോൺസ്റ്റ് സ്പേസ് ഫ്ലോട്ട് പി ഐ ഈക്വൽ ടു 3.14 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പി ഐ എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് നമ്മളവിടെ കോൺസ്റ്റ് എന്നുള്ളൊരു കീവേഡ് കൊടുത്തു. ആൻഡ് ദിസ് കോൺസ്റ്റ് കീവേഡ് ഈസ് ഓൾസോ നോൺ ആസ് access modifier. That is, it is act as a access modifier, so it is also known as the access modifier. And next type of statements are assignment statement. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളൊരു ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്തിട്ട് വാല്യൂ അസൈൻ ചെയ്യണം. ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യണം. സച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോൺ ആസ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വെൻ ദി അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു ഈസ് യൂസ്ഡ് ടു assign a value to a variable, it forms an assignment statement. And the syntax are variable equal to constant, variable 1 equal to variable 2, or variable equal to expression, variable equal to function of. ഇങ്ങനെ ഈ ഇപ്പോൾ ഒരു 4 സിൻടാക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി വാല്യൂ. ചിലപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, ചിലപ്പോൾ ഒരു വേരിയബിളിലേക്ക് വേറൊരു വേരിയബിളിൻ്റെ വാല്യൂ ഇത് കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഫംഗ്ഷനൊക്കെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ഈക്വൽ ടു 15. ഹിയർ ഫസ്റ്റ് വാല്യൂ എ ഈക്വൽ ടു 15 വിച്ച് മീൻസ് ദ വാല്യൂ 15 ഈസ് സ്റ്റോർഡ് ഇൻ ടു ദി വേരിയബിൾ എ. Or c equal to a plus b. That means the values of the variable a and b are added, and that value is added value is stored into the variable c. അതുപോലെ തേർഡിൽ എന്ത് വരും? The values of a plus b and c plus b are multiplied and it is stored into the variable d. In the fourth example, b equal to 5.8. The value 5.8 is stored into the variable b. നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ എങ്ങനെ വരിക? നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് ആർ ഈക്വൽ ടു SQRT ഓഫ് 25. അതിൽ പറയുന്നത് SQRT എന്നുള്ളൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണോ അതാണ് സ്റ്റോർ ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററുകളിലൊക്കെ SQRT എന്താണെന്നൊക്കെ പഠിക്കും. ഇവിടെ SQRT ഓഫ് 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ടാണ് അവിടെ വരിക. 5 എന്നുള്ള വാല്യൂ ആണ് ആർ എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. എല്ലായ്പ്പോഴും ഓർക്കുക, ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി എ വേരിയബിൾ. ഇവിടെ നമ്മൾ ACDBCR മസ്റ്റ് ബി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ആൻ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്
must be a variable. During the execution, the expression at the right hand side is evaluated first. The result is then assigned to the variable at the left hand side. ഇപ്പോൾ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണ് x=y=z=12 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 3 ഓപ്പറേറ്റർ യൂസ് ചെയ്തു. x=y=z=12. ഫസ്റ്റ് 12 is assigned to the variable z, then the value of z is assigned to the variable y, then the value of y is assigned to the variable x. എപ്പോഴും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകാം. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി. During the execution of an assignment statement, if the data type of the expression means RHS expression is different from that of LHS variable, there are two possibilities. നമുക്ക് ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി എന്നുള്ളത് 2 ടൈപ്പിലാണ് വരിക. RHS ഉണ്ടാവും, നമുക്ക് LHS ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് 2 പോസിബിലിറ്റിയാണ് വരുന്നത്. ഫസ്റ്റ് ഈസ് ദ സൈസ് ഓഫ് ദി data type of the variable at the LHS is higher than that of the variable or expression at the RHS. In this case, data type of the value at RHS is promoted to, that is the type of promotion method, to that of variable at LHS. നമ്മൾ ടൈപ്പ് കൺവേർഷൻ മെത്തേഡിൽ പറഞ്ഞതാണ് ടൈപ്പ് കാസ്റ്റിംഗ് ആൻഡ് ടൈപ്പ് പ്രൊമോഷൻ എന്നൊക്കെ. അപ്പോൾ നമുക്കിതിൽ 2 കേസാണ് വരുന്നത്. ഫസ്റ്റ് കേസ് സൈസ് ഓഫ് ദി ഡാറ്റ ടൈപ്പ് ഓഫ് ദി സൈസ് മീൻസ് ഡാറ്റ ടൈപ്പിൻ്റെ സൈസാണ് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് LHS ആണ് വലുതെങ്കിൽ, അത് നമുക്ക് എങ്ങോട്ട് RHSനെ കമ്പയർ ചെയ്യുമ്പോൾ LHS ആണ് വലുതെങ്കിൽ ആ RHSൽ നിന്ന് കിട്ടുന്ന വാല്യൂ നമ്മൾ എങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും, ഏതാണോ LHS സൈഡിലുള്ളത് അങ്ങോട്ടേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. കൺസിഡർ ദി സ്നിപ്പെറ്റ്. സ്നിപ്പെറ്റ് മീൻസ് എ സ്മോൾ പോർഷൻ ഓഫ് എ പ്രോഗ്രാം ഈസ് നോൺ ആസ് ദി സ്നിപ്പെറ്റ്. അപ്പോൾ നമ്മളിവിടെ ഇതാണ് ഇൻറ്റ് A=5, B=2. അപ്പോൾ ഇവിടെ A, B എന്നുള്ള 2 ഇൻറ്റീജർ വേരിയബിൾസ് ആണ് വിത്ത് ദി ഇനീഷ്യൽ വാല്യൂ ഓഫ് A=5 ആൻഡ് ദി വാല്യൂ ഓഫ് B=2. അപ്പോൾ നമ്മുടെ 2 ഇൻറ്റീജർ വേരിയബിൾ ആണ്. ഇൻറ്റീജർ വേരിയബിൾ ആകുമ്പോൾ ഇൻറ്റീജർ വേരിയബിളിന് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി വേണം? നമുക്ക് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി വേണം. ആൻഡ് നെക്സ്റ്റ് ഫ്ലോട്ട് P, Q. 2 വേരിയബിൾസ് നമ്മൾ കൊടുത്തു. P, Q ഫ്ലോട്ടാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾസ് ആണ് P യും Q യും. ആൻഡ് ഇറ്റ് ഓൾസോ ഓക്യുപ്പൈസ് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് P=B. അപ്പോൾ B എന്നുള്ളതിൻ്റെ എന്താ വരിക? B എന്നുള്ളത് എങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തു? ഫ്ലോട്ടിലേക്ക് പ്രൊമോട്ട് ചെയ്തു. B എന്നുള്ളത് ഒരു ഇൻറ്റീജർ വേരിയബിളാണ്. ഇൻറ്റീജർ വേരിയബിൾ എങ്ങോട്ടേക്ക് മാറി? P എന്നുള്ള ഫ്ലോട്ടിലേക്ക് മാറി. ഇവിടെ P=B ആണ്. അപ്പോൾ B എന്നുള്ളത് ഇൻറ്റീജർ ആണ്. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് പോകുക. B എന്നുള്ള ഇൻറ്റീജർ വേരിയബിൾ എങ്ങോട്ടേക്ക് മാറി? Pയിലേക്ക് മാറി. അപ്പോൾ Bയുടെ വാല്യൂ 2 എന്നുള്ളത് 2.0 ആയിട്ട് മാറും. ഡെസിമൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറും? floating point ആവും. So here the data type of the B is promoted to float and 2.0 is stored into P. അതായത് 2 എന്നുള്ളത് ഇൻറ്റീജർ ആയിരുന്നു, അത് Pയിലേക്ക് സ്റ്റോർ ചെയ്യണം. P എന്നുള്ളത് ഫ്ലോട്ടാണ്. അപ്പോൾ 2 എന്നുള്ളത് എന്തായി മാറും? 2.0. ദാറ്റ് ഈസ് ദി ഡാറ്റ ടൈപ്പ് ഓഫ് B, ദാറ്റ് ഈസ് ഇൻറ്റ് ഈസ് പ്രൊമോട്ടഡ് ടു ദി ഡാറ്റ ടൈപ്പ് ഓഫ് P, അതായത് ഫ്ലോട്ടിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് Q=A/P. A/P, എയുടെ വാല്യൂ എന്താണ്? 5 ആണ്. ഡിവൈഡഡ് ബൈ P എന്താണ്? 2 ആണ്. ദാറ്റ് ഈസ് 2.5 അല്ലേ നമുക്ക് വരാം. വെൻ ദി എക്സ്പ്രഷൻ A/P ഈസ് ഇവാലുവേറ്റഡ് ദ റിസൾട്ട് വിൽ ബി 2.5 ഡ്യൂ ടു ദി ടൈപ്പ് പ്രൊമോഷൻ ഓഫ് A എന്നുള്ളത് ഇൻറ്റീജർ ആണ്. അപ്പോൾ അത് 5.0 ആയിട്ട് മാറും. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് Q എന്നുള്ളത് ഫോർട്ടാണ്. സോ 5.0 ഡിവൈഡഡ് ബൈ 2.0 ഈക്വൽ ടു 2.5 ആയിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്ത് മാറും. ദിസ് ഈസ് ദി ഫസ്റ്റ് പോസിബിലിറ്റി ഓഫ് ദി ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി. ഇനി നെക്സ്റ്റ്, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ എന്താ? LHS ആണ്, LHSൻ്റെ ഡാറ്റ ടൈപ്പിൻ്റെ സൈസാണ് കൂടുതലെങ്കിൽ. ഇനി അതേപോലെ നേരെ തിരിച്ചും വരാം. RHS ആണ്, LHS സ്മോളറും RHS ഗ്രേറ്ററും ആണെങ്കിൽ ആ ഒരു ടൈപ്പിൽ ദ സൈസ് ഓഫ് ദി ഡാറ്റ ടൈപ്പ് ഓഫ് LHS വേരിയബിൾ ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദി സൈസ് ഓഫ് ദി RHS വാല്യൂ. ഇൻ ദിസ് കേസ് higher order bits of the result will be truncated to fit in the variable location of LHS.
നമ്മൾ പറഞ്ഞു നമുക്ക് RHS സൈഡിൽ നിന്നാണ് LHS സൈഡിലേക്ക് വരിക. അപ്പോൾ ഈ കേസിൽ LHS സൈഡിൽ ചെറുതാണെങ്കിൽ ഡാറ്റ ടൈപ്പ് ആ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് RHSനേക്കാൾ ചെറുതാണെങ്കിൽ എന്ത് സംഭവിക്കും? RHS ട്രങ്കേറ്റ് ചെയ്യും മീൻസ് നമുക്ക് ഇപ്പോൾ ഇൻറ്റ് ആണെങ്കിൽ ഫ്ലോട്ട് ആണെങ്കിൽ അത് ഇൻറ്റിലേക്ക് നമ്മൾ കമ്പൽസറി കൺവേർട്ട് ചെയ്യണം. LHS ആണ് അവിടെ ചെറുത്. അങ്ങനെ വരുന്നൊരു കേസാണ് നെക്സ്റ്റ് പറയുന്നത്. കൺസിഡർ ദി സ്നിപ്പെറ്റ് ഫ്ലോട്ട് A = 2.6 ഇൻറ്റ് P, Q, P = A. ഇവിടെ P എന്നുള്ളത് ഇൻറ്റ് ആണ് ഡാറ്റ ടൈപ്പ്. A = എന്താ 2.6 ആണ്. സോ ഇൻറ്റീജർ വാല്യൂവിലേക്ക് ഒരിക്കലും നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല? ഡെസിമൽ പോയിൻ്റുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് P = A ആണ് പറഞ്ഞിട്ടുള്ളത്. എയുടെ വാല്യൂ ഇവിടെ എന്താണ്? 2.6 ആണ്. സോ ദ വാല്യൂ ഓഫ് P വിൽ ബി 2.6 എന്നുള്ളത് 2 ആയിട്ട് നമ്മൾ ട്രങ്കേറ്റ് ചെയ്തിട്ട് അത് Pയിലേക്ക് സ്റ്റോർ ചെയ്യും. ആൻഡ് ദാറ്റ് ഓഫ് Q വിൽ ബി എന്താണ്? Q എന്നുള്ളത് എന്താ? A*4. എയുടെ വാല്യൂ എന്തായിരുന്നു അവിടെ? A എന്നുള്ളത് നമുക്ക് എന്തായിട്ട് വരും? എയുടെ വാല്യൂ ഇൻറ്റു 4 ചെയ്യുമ്പോൾ 2.6 ഇൻറ്റു 4. 2.6 ഇൻറ്റു 4 ആകുമ്പോൾ എന്ത് വരും? നമുക്ക് 10.4 ആണ് വരിക അല്ലേ? 2.6 ഇൻറ്റു 4 10.4. ബട്ട് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ടു ദി വേരിയബിൾ ക്യൂവിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഇൻറ്റ് ആണ്. സോ 10.4 എന്നുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ എന്തേ വരുള്ളൂ? ഇൻറ്റ് ഡാറ്റ ടൈപ്പ് ആണ്. സോ ഇറ്റ് ഹോൾഡ് ഓൺലി 10. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പിലും പഠിച്ചു. LHS വലുതാണെങ്കിലും LHS ചെറുതാവുന്ന കേസിലും നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഏത് വന്നാലും LHSൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണോ അതിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതേണ്ടി വരിക. അപ്പോൾ ഈ രണ്ട് കേസുകൾ ആലോചിക്കുക. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് നിറയെ കൊടുക്കേണ്ടി വരും നമുക്ക്. ഇറ്റ് അലൗസ് ദ യൂസർ ടു സ്റ്റോർ ഡാറ്റ ഇൻ ദി മെമ്മറി ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ആൻഡ് അത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? CIN, അതായത് CIN പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെയാണ്. CIN ആണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുക. ഒരു CIN എന്നുള്ളൊരു ഒബ്ജക്റ്റ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യും. ആൻഡ് ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. 2 ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് സിംപ്ലസ്റ്റ് അതിൻ്റെ ഒരു സിൻറ്റാക്സ് എങ്ങനെയാണ്? സ്ട്രീം ഒബ്ജക്റ്റ് ഗ്രേറ്റർ ദാൻ സിമ്പിൾസ് വേരിയബിൾ. ദാറ്റ് ഈസ് ഇവിടെ സ്ട്രീം ഒബ്ജക്റ്റ് നമ്മൾ CIN ആണ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രീം ഒബ്ജക്റ്റാണ് CIN. വേരിയബിൾ CIN എന്ന് വെച്ചാൽ നമുക്ക് കീബോർഡ് വഴി നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് അതുപോലെ ഇൻപുട്ട് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഔട്ട്പുട്ട് ഉണ്ടാവും. ആൻഡ് ദിസ് മേക്സ് ദി റിസൾട്ട് അവൈലബിൾ ടു ദി യൂസർ ത്രൂ എനി ഔട്ട്പുട്ട് ഡിവൈസ്. ആൻഡ് അതിന് യൂസ് ചെയ്യുന്ന സ്ട്രീം ഒബ്ജക്റ്റാണ് Cout. ഓപ്പറാൻഡ് യൂസ് ചെയ്യുന്നത് 2 ലെസ് ദാൻ സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുക. സിൻറ്റാക്സ് സ്ട്രീം ഒബ്ജക്റ്റ് ലെസ് ദാൻ സിമ്പിൾസ് വേരിയബിൾ ആൻഡ് ദി എക്സാമ്പിൾ ഇസ് Cout num. അപ്പോൾ ഈ കീബോർഡ് വഴി നമ്മൾ എൻ്റർ ചെയ്തത് എന്താണോ അല്ലെങ്കിൽ വേറെ നമുക്ക് Cout num എന്ന് വെച്ചാൽ നമ്മിൻ്റെ വാല്യൂ എന്താണോ അത് നമ്മുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നമുക്ക് ഒന്നിലധികം ഓപ്പറേറ്റർ CIN-ഉം Cout-ഉം ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഒന്നിലധികം തവണ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കാസ്കേഡിംഗ് ഓഫ് IO operators. IO means input output operators. That means the multiple use of input or output operations in a single statement is called cascading of IO operators. In the use of cascading of input operators, the value inputs are assigned to the variable from left to right. നമ്മൾ പറഞ്ഞു എപ്പോഴും ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഇത് റൈറ്റിലേക്കാണ് കൊടുക്കുക. ഈ വാല്യൂസ് നമ്മൾ കൊടുക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഇനി ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. C++ പ്രോഗ്രാമിൻ്റെ ഒരു ടിപ്പിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് ചിലപ്പോൾ ഒരു ഒന്നോ അതിലധികമോ ഫംഗ്ഷൻ്റെ ഒരു കളക്ഷനായിട്ടാണ് എഴുതുക. പക്ഷേ എല്ലാ പ്രോഗ്രാമിലും മിനിമം ഒരു ഫംഗ്ഷനെങ്കിലും ഉണ്ടായിരിക്കും. ആ ഫംഗ്ഷനാണ് മെയിൻ ഓഫ് ഫംഗ്ഷൻ. ഇവിടെ എഴുതിയിട്ടുണ്ട് മെയിൻ ഓഫ്. ജസ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിന് നമ്മൾ പറയുന്നതാണ് ഓഫ്, മെയിൻ ഓഫ്. ജസ്റ്റ് ഇതിന് പറയുക പാരാന്തസിസ് എന്നാണ്, മെയിൻ ഓഫ് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് അത് പറയുന്നത്. ദ മോസ്റ്റ് എസെൻഷ്യൽ ഫംഗ്ഷൻ നീഡഡ് ഫോർ എവരി C++ പ്രോഗ്രാം ഈസ് ദി മെയിൻ ഓഫ് ഫംഗ്ഷൻ. ഒരു സിമ്പിൾ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് ആംഗിൾ ബ്രാക്കറ്റ്സ് ലെസ് ദാൻ സിമ്പിളിന് പറയാം. ലെസ് ദാൻ സിമ്പിൾ ഹെഡർ ഫയൽ, ദെൻ greater than symbol. Next line using space namespace space std terminated with a semicolon. Next line
ഇൻഡ് സ്പേസ് മെയിൻ ഓഫ് കേളി ബ്രേസസ് ഓപ്പൺ. ദെൻ എന്താണോ നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ ചെയ്യേണ്ടത്, എന്താണ് ആ പ്രോഗ്രാമിൻ്റെ കോഡ്, ആ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ അത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാം. ലാസ്റ്റ് നമ്മൾ റിട്ടേൺ 0 സെമിക്കോളൻ ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. ഈ ഒരു ഇതിൽ ഫസ്റ്റ് ലൈനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതിന് പറയുന്ന പേരാണ് പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ്. Here the first line is called preprocessor directive. The second line is the namespace statement, and the third line is the function header, which is followed by a set of statement enclosed by a pair of curly braces. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണിത്. ഇനി എന്താണ് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ലൈനിൽ പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എന്താ പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് എന്ന് നമുക്ക് നോക്കാം. എ C++ പ്രോഗ്രാം സ്റ്റാർട്ട്സ് വിത്ത് എ preprocessor directive. That means preprocessors are means already known. Preprocessors are compiler directive statements which give instructions to the compiler to process the information provided before actual compilation start. അതായത് പ്രീ പ്രൊസസ്സർ, ഓൾറെഡി പ്രീ എന്നുള്ള വേർഡിൽ നിന്ന് നമുക്ക് ഓൾറെഡി നോൺ, നമ്മൾ ഇന്നലെയും പഠിച്ചതാണല്ലോ പ്രീ എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഒക്കെ. അപ്പോൾ കമ്പൈലർ ഡയറക്റ്റീവാണ് പ്രീ പ്രൊസസ്സർ, ഓൾറെഡി നോൺ ആണ് കമ്പൈലർ. അതായത് നമ്മൾ ഒരു ആക്ച്വൽ കമ്പൈലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ പ്രോസസ്സ് ചെയ്യണം, ഒരു ഇൻഫർമേഷനൊക്കെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മൾ കമ്പൈലർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനാണ് പ്രീ പ്രൊസസ്സർ നമ്മൾ യൂസ് ചെയ്യുക. അതിന് മുമ്പ് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ളൊരു സിമ്പിൾ യൂസ് ചെയ്യും. ദ ഹാഷ് ഇൻക്ലൂഡ് ഈസ് used to link the header file available in the C++ library. C++ ലൈബ്രറിയിൽ ധാരാളം ഹെഡർ ഫയൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ളത് യൂസ് ചെയ്യുന്നതിന് അതിനകത്തേക്ക് ഒരു ലിങ്ക് ഏതാണെന്നുള്ളതിനൊരു ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ളതൊക്കെ യൂസ് ചെയ്യാറ്. ദർ ആർ സം പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ്സ് സച്ച് ആസ് ഹാഷ് ഇൻക്ലൂഡ് കൂടാതെ ഹാഷ് ഡിഫൈൻ, ഹാഷ് അൺഡിഫൈൻ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി എന്താ ഇപ്പോൾ ഹെഡർ ഫയൽസിൽ നിന്ന് നമുക്ക് നോക്കാം. It contains the information about functions, objects and predefined derived data types, and they are available along with the compiler. നമ്മൾ കമ്പൈലറിൽ ഓൾറെഡി ഉള്ളത് തന്നെയാണ്. ഫങ്ഷൻസ് ഉണ്ടാവും, ഒബ്ജക്ട്സ് ഉണ്ടാവും, ഡാറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എല്ലാം കമ്പൈലറിലുള്ളതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഹെഡർ ഫയൽസിലാണ്. ആൻഡ് ഹെഡർ ഫയൽ IO stream contains the information about the object Cin, Cout. നമുക്കൊരു പ്രോഗ്രാമിൽ Cin ഇൻപുട്ട് ചെയ്യാനായിട്ട് നമ്മൾ Cin എന്നുള്ളത് യൂസ് ചെയ്യും. അതുപോലെ ഔട്ട്പുട്ടിനായിട്ട് Cout ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ Ciനും Cout ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഹെഡർ ഫയലാണ് IO stream. ദാറ്റ് ഈസ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്ട്സ് ആയ Ciനും Cout ഒക്കെ നമുക്കൊരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെങ്കിൽ ഈ IO stream എന്നുള്ളത് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും എല്ലാ പ്രോഗ്രാമും നമ്മൾ IO stream എന്നുള്ളത് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഇൻപുട്ടും അതിനൊരു ഔട്ട്പുട്ടും വേണ്ടി വരും. അപ്പോൾ എല്ലാ പ്രോഗ്രാമും നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് IO stream എന്നുള്ളതൊക്കെ യൂസ് ചെയ്യും. ആൻഡ് എന്താണ് നമ്മൾ യൂസ് ചെയ്ത് സെക്കൻഡ് ലൈനായിട്ട് യൂസിങ് നെയിം സ്പേസ് STD കൊടുത്തു. ഇനി എന്തിനാണ് ആ നെയിം സ്പേസ് കൊടുക്കുന്നതെന്ന് നോക്കാം. Different identifiers are associated to a particular namespace. It is actually a group name in which each item is unique in its name. നമുക്ക് യുണീക്ക് ആയിട്ട് ഓരോന്നിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോന്നിനും നെയിം സ്പേസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കൊക്കെ നെയിം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോലെ യുണീക്ക് ആയിട്ട് ഓരോന്നിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയിം സ്പേസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് ലൈനിൽ നമ്മൾ യൂസ് ചെയ്തതാണ് മെയിൻ ഓഫ് ഫങ്ഷൻ. ഒരു C++ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും. ദാറ്റ് ഈസ് ദി എക്സിക്യൂഷൻ സ്റ്റാർട്ട് അറ്റ് മെയിൻ ഓഫ് ആൻഡ് എൻഡ് വിത്തിൻ മെയിൻ ഓഫ്. ഇഫ് വി യൂസ് എനി അതർ ഫംഗ്ഷൻ ഇൻ എ പ്രോഗ്രാം ഇറ്റ് ഈസ് കോൾഡ് ഫ്രം മെയിൻ. നമുക്ക് ഏതൊരു പ്രോഗ്രാം നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഒന്നിലധികം ഫങ്ഷൻസ് ചിലപ്പോൾ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നതെങ്കിൽ കോൾ ചെയ്യുക. ഈ വേർഡ്സൊക്കെ നിങ്ങൾക്ക് പുതിയതാണ്, നമ്മൾ പോകെ ഇതെല്ലാം പഠിക്കും. കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യുന്നതെല്ലാം ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ദ ഫംഗ്ഷൻ ഹെഡർ മെയിൻ ഓഫ് ഈസ് ഫോളോഡ് ബൈ ഇറ്റ്സ് ബോഡി. ആ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ പ്രോഗ്രാമിൽ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സിൻടാക്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മളെല്ലാം മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ, ആ കേളി ബ്രേസിൻ്റെ ഉള്ളിലാണ് എഴുതാറ്. വിച്ച് ഇസ് എ സെറ്റ് ഓഫ് one or more statement with the pair of curly braces. This structure is known as the definition of the main function. ആ കേളി ബ്രേസ് ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയാം, മെയിൻ ഡെഫിനിഷൻ ഓഫ് ദി മെയിൻ ഫംഗ്ഷൻ. ആൻഡ് അതുപോലെ അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ
ടെർമിനേറ്റ് ചെയ്യുന്ന ഭാഗത്തായിട്ട് ഒരു സെമി കോളൻ സിമ്പിളും നമ്മൾ യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒരു സാമ്പിൾ പ്രോഗ്രാം നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റ് മെയിൻ ഓഫ് കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, സി ഔട്ട് ഓപ്പറേറ്റർ, ഡബിൾ കോട്ട്സ് ഓപ്പൺ ഹലോ വെൽക്കം ടു C++, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, റിട്ടേൺ 0 സെമി കോളൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇൻറ്റ് മെയിൻ ഓഫാണ്, ഇവിടെ 0 അല്ല, മെയിൻ ജസ്റ്റ് പാരാന്തസിസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, 0 എന്ന് അവിടെ ഇല്ല കേട്ടോ. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റ് മെയിൻ ഓപ്പൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, 0 എന്നുള്ളത് അവിടെ എഴുതരുത്, ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ദെൻ സി ഔട്ട് 2 ലെസ് ദാൻ സിമ്പിൾ. നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഒക്കെ പഠിച്ചപ്പോഴതിൽ സി ഔട്ടിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസേർഷൻ ഓപ്പറേറ്റർ ആണത്. ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്ത് ഹലോ വെൽക്കം ടു C++, റിട്ടേൺ 0 കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയായിരിക്കും? ഹലോ വെൽക്കം ടു C++. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഒരു പ്രോഗ്രാമിൽ കോഡ് നമ്മൾ കൊടുക്കുമ്പോൾ, കോഡിങ് കൊടുക്കുമ്പോൾ അതിന് എന്തൊക്കെ റൂൾസ്, എന്തൊക്കെ ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന നെയിംസ് ഉണ്ട്, ഐഡൻറ്റിഫയേഴ്സ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നെയിം തന്നെ കൊടുക്കണം. ദ വേരിയബിൾ നെയിംസ് റിഡ്ലി റിഫ്ലക്റ്റ് ദെയർ പർപ്പസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു സം എന്നുള്ളതാണെങ്കിൽ സമ്മിന് കയറിയിട്ട് ഒരിക്കലും നമുക്ക് സബ്ട്രാക്ഷനോ അല്ലെങ്കിൽ മൾട്ടിപ്പിളിനോ അങ്ങനെയുള്ള നെയിമുകളൊക്കെ കൊടുക്കുന്നത് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ട്, ആ വേരിയബിളിന് സ്യൂട്ടബിൾ ആയിട്ടാണ് ഒരു നെയിം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അഡ്മിഷൻ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം ADM അഡ്മിഷൻ നമ്പർ, അല്ലെങ്കിൽ റോൾ നമ്പർ ആണെങ്കിൽ ROLL റോൾ, അങ്ങനെയുള്ളതൊക്കെ. അതായത് ആ എപ്പോഴും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു നെയിം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ദീസ് കൈൻഡ് ഓഫ് ഐഡൻറ്റിഫൈസ് ആർ നോൺ ആസ് ന്യൂമോണിക് നെയിംസ്. ആൻഡ് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷനും കോംപ്ലക്സ് ആവരുത്, എല്ലാം ക്ലിയറും സിമ്പിളും ആയിരിക്കുക. യൂസർക്ക് ഏത് നമ്മൾ മനസ്സിലാക്കാവുന്ന രീതിയിൽ ക്ലിയറും സിമ്പിളായിരിക്കണം. ഒരിക്കലും കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. ആൻഡ് തേർഡ് ഈസ്, നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് കമൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ആ കമൻസ് ഒന്നും ഒരിക്കലും കമ്പൈലർ റീഡ് ചെയ്യില്ല. കമ്പൈലർ അതൊക്കെ ഇഗ്നോർ ചെയ്യാറാണ് ചെയ്യുക. ദാറ്റ് ഈസ് യൂസ് കമൻസ് വെൻ എവർ നീഡഡ്. ദീസ് ആർ കമൻസ് എന്നുള്ളത് ദെയർ ആർ ലൈൻസ് ഇൻ ദി കോഡ് ദാറ്റ് ആർ ആഡഡ് ടു ഡിസ്ക്രൈബ് ദി പ്രോഗ്രാം ആൻഡ് ദേ ആർ ഇഗ്നോർഡ് ബൈ ദി കമ്പൈലർ. നമുക്ക് 2 ടൈപ്പിലാണ് കമൻസ് കൊടുക്കുക. നമുക്ക് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു സിംഗിൾ ലൈനേ കമൻറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കും ഡബിൾ സ്ലാഷ് സിമ്പിൾ യൂസ് ചെയ്യും. 2 സ്ലാഷാണ് നമ്മളവിടെ യൂസ് ചെയ്യുക. ദ ടെക്സ്റ്റ് അപ്പിയറിംഗ് ആഫ്റ്റർ ദിസ് ഡബിൾ സ്ലാഷ് ഇൻ എ ലൈൻ ഈസ് ട്രീറ്റഡ് ആസ് ദി കമൻറ്റ് ബൈ ദി C++ കമ്പൈലർ. ഈ ഡബിൾ സ്ലാഷിന് ശേഷം എന്ത് എഴുതി കൊടുത്താലും കമ്പൈലർ അത് ഇഗ്നോർ ചെയ്യും. ഇനി ചിലപ്പോൾ നമ്മുടെ കമൻറ്റ് ഒരു ലൈനിൽ നിൽക്കില്ല, ഒന്നിലധികം ലൈൻസിൽ നമുക്ക് എഴുതേണ്ടി വരും. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ മൾട്ടി ലൈൻ കമൻറ്റ്സ് യൂസ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്ലാഷ് സ്റ്റാർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര ലൈൻസോ വേണമെങ്കിലും കമൻറ്റായിട്ട് എഴുതി കൊടുക്കാം. അതുപോലെ എൻഡ് ചെയ്യുമ്പോഴും എന്ത് വേണം? സ്റ്റാർ, അതായത് ആസ്ട്രിക് സിമ്പിൾ സ്ലാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും കമൻ്റായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഹൗ ടു റൈറ്റ് കമൻറ്റ്സ് ഇൻ C++. അപ്പോൾ നമുക്ക് 2 തരത്തിലാണുള്ളത്. സിംഗിൾ ലൈൻ കമൻ്റ് ഉണ്ട്, മൾട്ടി ലൈൻ കമൻ്റ് ഉണ്ട്. സിംഗിൾ ലൈൻ കമൻ്റ് ആണെങ്കിൽ ജസ്റ്റ് 2 സ്ലാഷാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതുപോലെ മൾട്ടി ലൈൻ കമൻ്റ് ആണെങ്കിലോ സ്ലാഷ് ആസ്ട്രിക് സിമ്പിൾ അതിൻ്റെ ഉള്ളിൽ കമൻറ്റ്സ് എഴുതി കൊടുക്കുക. അതുപോലെ കമൻറ്റ്സ് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ എന്ത് വേണം? ആസ്ട്രിക് സ്ലാഷ്, ഈ സിമ്പിൾസാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഇൻഡൻറ്റേഷൻ്റെ റെലവൻസ്. ദ റെലവൻസ് ഓഫ് ഇൻഡൻറ്റേഷൻ, ദാറ്റ് മീൻസ് ആൻ ഇൻഡൻറ്റേഷൻ മേക്സ് ദി സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആൻഡ് റീഡബിൾ. നമ്മളൊരു ഇൻഡൻറ്റേഷൻ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ റീഡബിൾ ആയിരിക്കണം, റീഡബിളും ആവും, ക്ലിയറും ആയിരിക്കും. ആൻഡ് നമുക്ക് ഇൻഡൻറ്റേഷൻ കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ ലെവൽ നമ്മൾ ആ കൊടുക്കുന്ന പ്രോഗ്രാമിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ലെവൻസിൽ, അതായത് ഇങ്ങനെ നമുക്ക് കൊടുക്കാം മൾട്ടി ലൈൻ, ഇങ്ങനെ ഒരു ഇതിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അങ്ങനെ ഓരോ ഇൻഡൻറ്റേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ്സ് ക്ലിയർ ആയിരിക്കും, ക്ലിയർ ആക്കാനും റീഡബിൾ ആക്കാനും. അതുപോലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നമ്മുടെ ആ പ്രോഗ്രാമിൻ്റെ ഓരോ ലെവൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനൊക്കെയാണ് നമ്മൾ ഇൻഡൻറ്റേഷനൊക്കെ കൊടുക്കാറ്. സോ അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് ഒരു C++ പ്രോഗ്രാമിലേക്ക് വേണ്ട ഡാറ്റ ടൈപ്സ്, ആൻഡ് ദെൻ ഓപ്പറേറ്റേഴ്സ്, എക്സ്പ്രഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, ആൻഡ് ഹൗ and different type of statements, and the structure of a C++ program,
and also discussed about the a sample program and the guidelines for coding. Hope all these topics are clear to you. Thank you, students.